ഈ ദിലീപിനോട് ഒക്കെ ചെയ്തേക്കുന്ന പടങ്ങളിലൊന്നും അങ്ങനെ ഓടിയിട്ടില്ല ഞാൻ. ഇല്ല. അല്ല അവിടെ തന്നെ, കാരണം പഞ്ചാബി ഹൗസ് അങ്ങനെയുള്ള പടങ്ങളൊക്കെ അവിടെ തന്നെയാണ്. വേറെ പടത്തിനൊന്നും ഡേറ്റ് കൊടുത്തില്ല, അവിടെ തന്നെ വയ്ക്കും. ഇല്ലാത്ത 2 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായില്ല. എന്നിട്ട് ഞാൻ നേരെ ഇവിടെ അരൂര് ലൊക്കേഷനിൽ പോയി വെറുതെ ഇരിക്കും, അവിടെ പോയിരിക്കും. വേറെ പടത്തിന് പോകാമായിരുന്നു നമുക്ക്, അവർ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ റാഫി. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഇത് കഴിയട്ടെ. ഒരു ഉത്സവമായിരുന്നു, ഒരു പിക്നിക്കായിരുന്നു. ഇപ്പോഴും രമണനാണോ എല്ലാവരും അവിടെ? ഇപ്പോഴും രമണൻ എന്നാണ് വിളിക്കുന്നത്. എവിടെ ചെന്നാലും വിളിക്കാറുണ്ട് ചിലർ, എല്ലാവരും അല്ല. ആ പേര് ഞാൻ അമേരിക്ക ചെന്ന് കഴിഞ്ഞപ്പോഴല്ലേ ഭയങ്കര രസമുണ്ട്. ആ സമയത്ത് അമേരിക്ക ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ബേസ്മെൻറ്റിൽ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു. എല്ലാ വീടുകൾക്കും ബേസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ പാർട്ടി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വീടിൻ്റെ ഓണറിൻ്റെ മോള് ട്യൂഷൻ കഴിഞ്ഞ് എത്തിയിട്ടില്ല, തടിച്ചിട്ടൊരു കുട്ടി. ഞങ്ങളവിടെ ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്താണ് ഈ കൊച്ചു വരുന്നത്. വന്നിട്ട് ദേ രമണൻ, എൻ്റെ പൊന്നലി, സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പഞ്ചാബി ഹൗസിലെ ഡയലോഗ് A to Z പറയും ആ കൊച്ച്. എല്ലാ ഡയലോഗും, എൻ്റെ മാത്രമല്ല എല്ലാവരുടെ ഡയലോഗും. ആ കോമ്പറ്റീഷൻ കഥ പറയണ പോലെ അത് പറയും. അത്ഭുതം തോന്നിപ്പോയി എനിക്ക്, എങ്ങനെ കൊച്ച്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ എന്തെങ്കിലും അവൾ ഭയങ്കര ഡിമാൻഡ് ചെയ്താൽ അല്ലെങ്കിൽ വല്ല ബഹളം വെച്ചാൽ പഞ്ചാബീസിന് CD അങ്ങ് ഇട്ട് കൊടുക്കും. അല്ല രമണൻ എന്നെ കണ്ടോർന്നെ. അല്ല, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അച്ഛൻ ചേട്ടൻ മാറ്റമില്ലാന്നേ. അതാണ് ആരോഗ്യം, ഇതും സൈസും മുഖവും എല്ലാം ഒരുപോലെ അന്ന് തൊട്ട് ഇന്ന് വരെ ഇരിക്കുവാണ്.